നമ്മളെല്ലാം പല ഫോട്ടോസ് കണ്ടിട്ട് വാ തുറന്ന് നിന്ന് പോകാറുണ്ട്. ഇതെങ്ങനെ എടുക്കുന്നേ, നമുക്കിതുപോലെ എടുക്കാൻ പറ്റുമെന്നല്ല ഓർത്തിട്ട്. അതിൽ പെടുന്ന ഒരു ഫോട്ടോ ആണ് വാട്ടർ ഡ്രോപ്പ് ഫോട്ടോഗ്രാഫി, ഇല്ലാന്ന് വെച്ചാൽ വാട്ടർ റിഫ്ലക്ഷൻ ഫോട്ടോഗ്രാഫി. ആൻഡ് എന്താ വെച്ചതിനെ വിളിക്കാൻ, നിങ്ങൾക്ക് പലർക്കും അറിയാം ഈ ഫോട്ടോ ഇപ്പോൾ എങ്ങനെ എടുക്കുക എന്നുള്ളത്. ആൻഡ് ഐ സ്റ്റിൽ ഡു ദിസ് വീഡിയോ ബിക്കോസ് എവറി വീക്ക് വി ഹാവ് ടു അപ്ലോഡ് എ വീഡിയോ. ഈ ഫോട്ടോ എടുക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് വാട്ടർ ഡ്രോപ്പിനകത്ത് വരുന്ന ആ ഫോട്ടോ നിങ്ങൾ ഫോണിനകത്ത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ആൻഡ് ഇവിടെ ഐ ചോസ് ദിസ് പപ്പി. ആൻഡ് ഈ ഫോട്ടോനെ നേരെ 180 ഡിഗ്രിക്ക് റൊട്ടേറ്റ് ചെയ്യുക, നേരെ തലതിരിഞ്ഞ് നിൽക്കുന്ന പോലെ വെക്കുക. ഓക്കെ, എന്നിട്ട് ഈ തലതിരിഞ്ഞ ഫോട്ടോ ഒരു സ്റ്റഡി ആയിട്ടുള്ള സർഫേസിൽ നേരെ കൊണ്ട് നിർത്തുക. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു മിനി ട്രൈപോഡാണ്. ഈ ട്രൈപോഡിനകത്ത് ഞാൻ എൻ്റെ ഫോട്ടോ എൻ്റെ ഫോണോടെ ചേർത്തിട്ട് അവിടെ നിർത്തി. അപ്പോൾ പുറത്ത് നിന്നിട്ട് നല്ല നീളമുള്ള ഒരു ചെടിയോ ഒരു പ്ലാന്റോ എന്താന്ന് വെച്ചാൽ കട്ട് ചെയ്ത് കൊണ്ടുവരിക. ഐ ഗോട്ട് ദിസ് വൺ. ആൻഡ് ഇത് നമ്മുടെ ഫോട്ടോൻ്റെ സ്ട്രെയിറ്റ് പിടിച്ച് നോക്കുക. സോ എനിക്ക് എൻ്റെ ഈ പ്ലാന്റ് എല്ലാം വെച്ച് ഈ ചെടി എനിക്ക് ഈ ലെങ്ത്തിൽ ഇവിടെ നിൽക്കണം. അതിന് എനിക്കൊരു സപ്പോർട്ട് വേണമല്ലോ ഇതിൽ നിർത്താൻ. അതിന് എൻ്റെ 2 ഗ്ലാസ് ഉണ്ട്, 2 പെൻസിലുണ്ട്. ആൻഡ് ഞാൻ ഈ ഗ്ലാസ്സിനകത്ത് പെൻസിൽ ഇട്ട ശേഷം ഞാൻ ഈ ചെടിനെ അതേ ഡയറക്ഷനിൽ വെച്ചിട്ട് അവിടെ ടേപ്പ് ചെയ്ത് വെച്ചു. സോ ഇപ്പോൾ ചെടി കറക്റ്റ് ഡയറക്റ്റായിട്ട് എൻ്റെ ഫോണിന് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. പെർഫെക്റ്റ്. എന്നിട്ട് ഫോണിൽ കറക്റ്റ് ആ ഫോട്ടോൻ്റെ സ്ട്രെയിറ്റ് ഉള്ള ആ സ്റ്റെമ്മിലേക്ക്, ആ പ്ലാന്റിൻ്റെ സ്റ്റെമ്മിലേക്ക് ഒരു 2-3 വാട്ടർ ഡ്രോപ്ലെറ്റ്സ്, നിങ്ങൾക്ക് എത്രയാണെന്ന് വെച്ചാൽ വെള്ളം അതിലേക്ക് വേണ്ടതോ അത്രയ്ക്കും ഡ്രോപ്പായിട്ട് നമ്മൾക്ക് ഒറ്റിച്ചു കൊടുക്കാം. അത് ചുമ്മാ അങ്ങനെ താഴെ വീഴാൻ പോകുന്ന പോലെ നിർത്തുക, ഇങ്ങനെ തൂങ്ങി പിടിച്ച് നിൽക്കുന്ന പോലെ. ആൻഡ് ഇത്രയേ ഉള്ളൂ. ഈ വാട്ടർ ഡ്രോപ്ലെറ്റ്സിന് ഫോട്ടോ എടുക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ആ വാട്ടർ ഡ്രോപ്പ് റിഫ്ലക്ഷൻ ഫോട്ടോഗ്രാഫി ആവുന്നത്. സോ നിങ്ങൾക്ക് ചിലപ്പോൾ ഡയറക്റ്റായിട്ട് നിങ്ങളുടെ ഫോൺ യൂസ് ചെയ്തിട്ട് തന്നെ ആ വാട്ടർ ഡ്രോപ്ലെറ്റിക്ക് ഫോട്ടോ എടുത്തെന്ന് വെച്ചാൽ നല്ല റിസൾട്ട് കിട്ടും, ചിലപ്പോൾ കിട്ടത്തില്ല. സോ കിട്ടാത്തവർക്ക് മാക്രോ ലെൻസ് യൂസ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടും. ഓക്കെ, സോ നിങ്ങളിൽ പലർക്കും മാക്രോ ലെൻസ് കൈവശം ഉണ്ടാവില്ല. സോ അവർക്ക് വേറൊരു ഞാൻ ചെറിയ ടിപ്പ് പറഞ്ഞുതരാം. ഫോണിൻ്റെ ലെൻസിൻ്റെ മുകളിലേക്ക് ഒരു ഡ്രോപ്പ് വെള്ളം, ഓക്കെ, ജസ്റ്റ് 1 ഡ്രോപ്പ് ഒട്ടിച്ച ശേഷം അത് വെച്ചിട്ട് ഫോട്ടോ എടുത്ത് നോക്കുക. കിട്ടുന്നതിനെ ഉറപ്പ് പറയുന്നില്ല, ചിലപ്പോൾ യു മേ ഗെറ്റ് ഇറ്റ്. സോ മാക്രോ ലെൻസ് യൂസ് ചെയ്യുമ്പോഴാണ് ഈ ഫോട്ടോ ഒരു ക്ലിയർ പെർഫെക്റ്റ് ഫോട്ടോ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ദാറ്റ്സ് എ വീഡിയോ. സോ നിങ്ങളൊരു ബഡ്ജറ്റ് മാക്രോ ലെൻസ് നോക്കുന്നുണ്ട് വെച്ചാൽ ഞാൻ യൂസ് ചെയ്ത് ട്രസ്റ്റ് ചെയ്ത ഒരു 2-3 മാക്രോ ലെൻസിൻ്റെ ലിങ്ക്സ് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് മേടിക്കാം. ഓക്കെ, ഫൈൻ. സോ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് വളരെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ആൻഡ് വേറൊരു അടിപൊളി ടിപ്പായിട്ട് വിൽ സീ യു വെരി സൂൺ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.